ഓട്സ്, പാല്, മുട്ട എന്നിവയൊക്കെ കൊണ്ട് ഒരു ഹെൽത്തിയും ഡെലീഷ്യസുമായിട്ടുള്ള ഈവനിങ് സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായി എടുത്തിരിക്കുന്നത് ഒരു ബൗളിൽ 1/4 ഭാഗത്തോളം ഓട്സ്, വലിയ ബൗളാണ് കേട്ടോ. 1 ഗ്ലാസ് പാല് തിളപ്പിച്ച് ആറ്റിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ ഒലീവ് ഓയിൽ, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, 2 മുട്ട, കൂടാതെ 3 ഡേറ്റ്സ്, ഒരു 10ഓളം ബദാം കുതിർത്ത് സ്കിൻ കളഞ്ഞത്, കുറച്ച് പംകിൻ സീഡ്സ്, പിന്നെ കറിവേപ്പില, മല്ലിയില എന്നിവയാണ്. മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബദാമും ഡേറ്റ്സും ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബൗളിൽ എടുത്തിരിക്കുന്ന ഓട്സിലേക്ക് പാല് കുറച്ച് വീതം ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി അത് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കാം. മറ്റൊരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അത് നല്ലവണ്ണം അടിച്ചെടുക്കാം. അതിലേക്ക് എടുത്തിരിക്കുന്ന ഉപ്പ്, കുരുമുളക് എന്നിവ ചേർക്കാവുന്നതാണ്. അതിനോട് 1 സ്പൂണ് ഒലിവ് ഓയിൽ ചേർക്കാം. ബാക്കിയുള്ള 1 സ്പൂണ് നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. നല്ലവണ്ണം മിക്സ് ചെയ്യാം. അപ്പോൾ ഓട്സും പാലും നല്ലവണ്ണം ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുട്ട അടിച്ചെടുത്തത് മിക്സ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം. പംകിൻ സീഡ്സും പിന്നെ ബദാം കഷ്ണങ്ങളാക്കിയതും ഡേറ്റ്സ് കഷ്ണങ്ങളാക്കിയതും അതിനോട് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാവുന്നതാണ്. കറിവേപ്പില കഷ്ണങ്ങളാക്കിയത് കൂടാതെ മല്ലിയില കൂടി അതിലേക്ക് ചേർക്കാം. ഇനി എല്ലാം നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. എല്ലാം നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട്. പാനിൽ കുറച്ച് നെയ്യൊഴിച്ച് നെയ്യ് ചൂടാവുമ്പോൾ ഓട്സ് ചേർത്ത കൂട്ട് അതിലേക്ക് ഒഴിക്കാം.
എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് വേവാൻ അനുവദിക്കാം. അധികം സമയമൊന്നും അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അത് ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ട് ശേഷം മറുഭാഗം പാനിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ രണ്ടു ഭാഗവും കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കുറച്ച് പംകിൻ സീഡ്സ് കൂടി അതിൻ്റെ മുകൾ ഭാഗത്ത് ചേർക്കാം. അങ്ങനെ വളരെ ഹെൽത്തിയും ഡെലീഷ്യസുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെഡി. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.